എൻ്റെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേക്ക് ആൻഡ് ലാഡർ ആയിരുന്നു. എന്താണ് ഒരു ഗേൾ എന്ന നിലയിൽ ആരും എടുക്കാത്ത ഫീൽഡാണ് ഗെയിം ഡെവലപ്മെന്റിൽ. എന്തുകൊണ്ട് ഇതിന് അതിലോട്ട് വരാൻ കാരണം? എല്ലാ ഫീൽഡും നമുക്ക് പറ്റും, നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ്. ഗേൾസ് പൊതുവെ ഒന്നെങ്കിൽ നേഴ്സ് ആവണം അല്ലെങ്കിൽ ടീച്ചർ ആവണം. സോ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ടീനയാണ്. സോ എമർജി ഗെയിംസിൽ തന്നെ ഗെയിം ഡെവലപ്മെന്റ് പഠിച്ച് ഇവിടെ തന്നെ അസോസിയേറ്റ് യൂണിറ്റ് ഡെവലപ്പർ ആയിട്ട് പ്ലേസ് ആയ ആളാണ് ടീന. ടീനയുടെ ഒരു ജേണിയാണ് ചോദിക്കാൻ പോകുന്നത്. സോ ടീന, എന്താണ് ഒരു ഗേൾ എന്ന നിലയിൽ ആരും എടുക്കാത്തൊരു ഫീൽഡാണ് ഗെയിം ഡെവലപ്മെന്റ്. സോ ഒരു ഗേൾ എന്ന നിലയിൽ എന്തുകൊണ്ട് ടീന അതിലോട്ട് വരാൻ കാരണം? എനിക്കും നല്ല പോസ് ഒക്കെ ഉണ്ടായിരുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെ അടുത്ത് നിന്ന്. നേഴ്സിന് പോകാൻ വേണ്ടിയിട്ട്, അതായത് നഴ്സിംഗ് ഒരു ഫീൽഡാണല്ലോ ഗേൾസ് പൊതുവെ എടുക്കുക, അതിലേക്ക് പോകാൻ വേണ്ടി ഒരു പോസ് ഉണ്ടായിരുന്നു. എനിക്ക് നഴ്സിംഗിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഗെയിം ഡെവലപ്മെന്റ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, ഞാൻ ഒരു IT ഫീൽഡും അങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല. ഇങ്ങോട്ടേക്ക് വന്നു എത്തിപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും. വീട്ടിലൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ? കാരണം ആ ഒരു ജനറേഷന് അധികം അങ്ങനെ ആർക്കും അറിയത്തില്ല. കാരണം അവരിപ്പം ഗെയിം നോക്കുമ്പോൾ ജസ്റ്റ് ഫോൺ എടുത്ത് ഗെയിം കളിക്കുക, അതൊക്കെയാണ് അവർക്ക് അറിയാവുന്നത്. അവരെങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റി? അവരുടെ ജനറേഷനിൽ അവര് വീഡിയോ ഗെയിംസ് ഉണ്ടെന്ന് തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. അതായിരിക്കും കൂടുതൽ ശരി. എൻ്റെ ചേട്ടൻ നന്നായിട്ട് ഗെയിം കളിക്കുമായിരുന്നു. അപ്പൊ ഡെയിലി അവനെ വഴക്ക് പറയുന്ന ആ ഒരു ഇതിലുണ്ടായിരുന്നു. ഞാൻ ഗെയിം കളിക്കത്തില്ല. പിന്നെ ഗെയിമിങ്ങിലേക്ക് വരാൻ അവർ സപ്പോർട്ടാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലായിരുന്നു. വീട്ടിൽ തന്നെ വേറെ ഫീൽഡിലേക്ക് വിടാം, അത് ബാങ്ക് മാനേജർ അങ്ങനെ ഫീൽഡിലൊക്കെ ആയിരുന്നു അവർക്ക് താല്പര്യം. കാരണം ഗേൾസ് ഗെയിം ചെയ്യുക അത് ഇതുവരെ അവർക്കും അറിയില്ല. ഇതിന് ഗെയിമിംഗ് ഒരു ഫീൽഡ് ഉണ്ടെന്ന് തന്നെ അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ ആദ്യമൊക്കെ കുറെ എതിർത്തു. പിന്നെ ഞാൻ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് വിട്ടു. സോ എന്തെങ്കിലും സ്കില്ല് എനിക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടോ? ഗെയിം ഡെവലപ്മെന്റ് വന്നപ്പോൾ ടീനേജായിട്ടുള്ള എന്തെങ്കിലും സ്കില്ല് ഈ ഫീൽഡിലോട്ട് വന്നപ്പോൾ ഹെൽപ്പായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് കോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എറേഴ്സ് ഒക്കെ എനിക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ എക്സാമിന് ടൈം ആയപ്പം ഈ ക്വസ്റ്റ്യൻസ് BC ആയിരുന്നു. ക്വസ്റ്റ്യൻസ് തരും, നമ്മൾ ആൻസർ എഴുതി കൊടുത്തിട്ട് വേണം ചെയ്യാൻ. തന്നെ ചെയ്യാൻ എനിക്ക് കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. അല്ലല്ല, BC എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് BCom എടുത്തിട്ടുണ്ടെങ്കിൽ ലോ ഉണ്ടാവും, BA എടുത്ത ഇംഗ്ലീഷ് ഉണ്ടാവും. ഇത് രണ്ടും പറ്റത്തില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള BCA അങ്ങനെ എടുത്തത്. BC എടുത്തതിന് ശേഷമാണ് ലാംഗ്വേജുകളെ കുറിച്ച് അറിഞ്ഞതും. അതെനിക്ക് ചെയ്യാൻ പറ്റും. കോഡിങ് പിന്നെ ലാംഗ്വേജ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും, അതിൽ പറയുന്ന സാധനം സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ. അങ്ങനെയാണ് ഗെയിമിലേക്ക് വന്നത്. ഞാൻ പൈത്തൺ പഠിച്ചിട്ടുണ്ട്, ജാവ, C#, C++, കുറെ ലാംഗ്വേജ് അറിയാം. സോ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാറുണ്ടോ ടീനക്ക്? ലൈക്ക് ഗേൾസിനോട് ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാൻ വേണ്ടി പോകുന്നവരോട് എന്തെങ്കിലും അഡ്വൈസ് പോലെ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ചോദിച്ചാൽ ഈ ഗെയിം ഡെവലപ്മെന്റ് ഗേൾസിന് പറ്റാത്തൊരു ഫീൽഡാണ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ ഫീൽഡും നമുക്ക് പറ്റും, നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ്. ഗേൾസ് പൊതുവെ ഒന്നെങ്കിൽ നേഴ്സ് ആവണം അല്ലെങ്കിൽ ടീച്ചർ ആവണം, അങ്ങനെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ആരെങ്കിലും ഒരാളൊരു മാറ്റം തുടങ്ങിയാലേ ബാക്കിയുള്ളവർക്കും അതെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഞാനിവർക്ക് എന്താ പറയുക, ഒരു പ്രൂഫാണ് ഗെയിം ഡെവലപ്മെന്റ് പറ്റും, അതിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തായാലും പറ്റുന്ന ഞാൻ വിചാരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. എമർജിയിൽ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടുത്തെ ലൈഫ് ജേർണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ കോഴ്സ് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു, ഇവിടെ തന്നെ പ്ലേസ് ആയി. സോ ഒരു ജേർണി തന്നെയല്ലേ? ഇതിനെപ്പറ്റി എന്താണ് പറയുക? എമർജിയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എന്താണ് എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു? എമർജിയിലേക്ക് വന്നതിന്റെ ഒരു കഥയാണ്. ഞാൻ ഓഫീസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, വേറൊരു ലൊക്കേഷൻ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതിനടുത്തൊരു ഹോസ്റ്റൽ സെറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ വാർഡനാണ് ഇങ്ങനെ അടുത്തൊരു കമ്പനി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ പുതിയ ലൊക്കേഷൻ കിട്ടി. ഒരു ദിവസം നടന്നു നോക്കി, താഴെ വരെ വന്നു ഓഫീസിന്റെ. പിന്നെ ഒറ്റയ്ക്ക് കയറിപ്പോകാനുള്ള ഒരു ടെൻഷൻ ഉണ്ടാവൂല്ലോ, അതുകൊണ്ട് റിട്ടേൺ പോയി. ബിൽഡിംഗ് എല്ലാം കണ്ടുകൊണ്ട് റിട്ടേൺ പോയി. പിന്നെ ഞാൻ ക്ലാസ് തുടങ്ങിയ ദിവസം, ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടിയായിരുന്നു ഫസ്റ്റ് വന്നത്. ക്ലാസ് തുടങ്ങിയ ദിവസം വന്നു, ആരും പരിചയമില്ല, ഒറ്റയ്ക്കല്ലേ വന്നേ. പിന്നെ പൊതുവെ ഗേളും കൂടി ആയിട്ട് ഒറ്റയ്ക്കാ വന്നേന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വന്ന് വാതിൽ തുറന്ന് കയറി വന്നപ്പോൾ ആരൊക്കെയോ കുറെ പേര് ഇരുന്ന് വർത്താനം പറയുന്നു, കുറെ പേര് വർക്ക് ചെയ്യുന്നു. ചിരിച്ച് കാണിച്ച് ഇവിടെ ഇരുന്നോ, ഇപ്പൊ ആള് വരും പഠിപ്പിക്കുന്നു പറഞ്ഞ്. അങ്ങനെയാണ് ഫസ്റ്റ് ഇവിടെ വന്നത്. പക്ഷെ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നോർമലി ഒരു ഓഫീസിൽ എല്ലാവരും അവരുടെ ഒരു പ്ലേസ് ഉണ്ടാവും, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, മിണ്ടുവല്ല. പക്ഷെ എന്താ പറയുക, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ചേട്ടനും അനിയനൊക്കെ ഇരുന്ന് കളിക്കും, അങ്ങനത്തെ ഒരു ഫീൽഡിലേക്കാണ് ഞാൻ വന്നത്. ഫസ്റ്റ് ആ ഒരു കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന ടെൻഷൻ എനിക്ക് തിരിച്ചു വിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ആദ്യ ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അത്രയും കമ്പനിയായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗെയിമിന്റെ ഡിപ്പാർട്ട്മെന്റ് വേറെ, പൈത്തൺ വേറെ, അങ്ങനെ ഒരു വേർതിരിവ് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ദിവസം പോകാൻ വണ്ടിക്കൂലി ഇല്ലെങ്കിലും ആര് വേണമെങ്കിലും തരും. അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ടീനയുടെ വീട് വരുന്നത്
കണ്ണൂരില്ല. സോ ഇത്രയും ദൂരം വന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ ഒറ്റയ്ക്ക് പഠിക്കുക, അതൊരു ഗേള്, അങ്ങനെയൊക്കെ പറഞ്ഞ വീട്ടില് എന്തായിരുന്നു അവിടെ ഒരു? ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദൂരം വരുന്നത്, എന്നെ വിടത്തില്ലായിരുന്നു. പിന്നെ എറണാകുളം ബാംഗ്ലൂരൊക്കെ പൊതുവെ മാതാപിതാക്കൾക്ക് ഒരു പേടി സ്വപ്നമാണല്ലോ. പിന്നെ വരണം എന്ന് പറഞ്ഞ് കുറെ വാശി പിടിച്ച് പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ഞാൻ പഠിക്കുന്ന സമയത്തും അത്രയ്ക്ക് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെ പ്ലേസ്ഡ് ആയി. ഇപ്പൊ അവർക്ക് ഞാൻ അഭിമാനം, ആരോട് വേണമെങ്കിലും പറയാം എന്റെ കൊച്ചു അവിടെയാണ് പഠിക്കുന്നത്, അവിടെയാണ് ജോലി ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് അവളെല്ലാം നേടി എന്ന് പറയാൻ അപ്പൊ അവർക്കൊരു സന്തോഷം ഞാൻ കാണുന്നുണ്ട്. എന്താ പറയാ, എനിക്കതിൽ സീനിയർ ആരോ ജൂനിയർ ആരോ അങ്ങനെ ഒരു വേർതിരിവ് പോലും തോന്നിയില്ല. എല്ലാവരും എന്നോട് വരുന്നു, സംസാരിക്കുന്നു. എന്താ പറയാ, നോർമലി നമ്മൾ ഈ സ്കൂളിലൊക്കെ പോയി ആദ്യ ദിവസം പരിചയപ്പെടൂലേ, അതുപോലെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് ബെനിൻ സാർ എനിക്ക് ബേസ് എല്ലാം എടുത്തു തന്നു. പിന്നെ എബി സാർ എടുത്തിട്ടുണ്ട്, ഷബാൻ സാറ്, ഗൗതം ക്യാൻവാസ് എല്ലാം എടുത്തു. എല്ലാരും തന്നെ മാറി മാറി എനിക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് കത്തൂലായിരുന്നു ആദ്യം. ഗെയിം കളിക്കാത്ത ഒരാള് ഇവര് എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞാൽ വലിയൊരു ഗെയിം ഒക്കെ ആയിരിക്കും പറയാം, എനിക്കത് അറിയത്തില്ല. അന്നേരം കൊച്ചു നിക്ക് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് സിമ്പിൾ ഒരു ഗെയിം എല്ലാം പറയും. എല്ലാ ഗെയിമായിട്ട് ഒരു കണക്ട് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ടീന, ഇതുവരെയുള്ള ജേണിയില്ലേ, BCA എടുത്തു, എമർജല് വന്നു, ഗെയിം ഡെവലപ്മെന്റ് എടുത്തു, അതും അങ്ങനെ ആരും എടുക്കാത്തൊരു ഫീൽഡാണ് ഒരു ഗേൾ എന്ന നിലയിൽ ടീന അത് എടുത്തിരിക്കുന്നത്. സോ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ പ്ലേസ് ആയി. സോ ഇതുവരെയുള്ള ഈ ഒരു ജേണിയിൽ ആരെങ്കിലും റോൾ മോഡൽ ആക്കണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇവിടെ വന്നിട്ട് എനിക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റിയ രണ്ടാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് ബെനിൻ സാറും ഒന്ന് എബിൻ സാറും ആണ്. റീസൺ എന്താന്ന് ചോദിച്ചാല്, ഞാൻ ഇവർ രണ്ടുപേരുടെ അടുത്തും എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ഇവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നല്ല. ഇപ്പം സപ്പോസ് ഞാനൊരു ടാസ്കും കൊണ്ട് എബിന്റെ അടുത്ത് പോയെന്ന് വിചാരിച്ചു, എബി ഒന്ന് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് ചെയ്യും. ഇപ്പം സപ്പോസ് അത് കിട്ടിയില്ലെന്ന് വിചാരിച്ചു, എബി അതെന്താ കിട്ടാത്തത്, ശരിയാകണല്ലോ, എന്റെ ഈഗോനെ ടച്ച് ചെയ്ത് അത് ഞാൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ ഞാൻ ബെൻസാറിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിരിച്ചിട്ട് നീ ചെയ്തിട്ട് എന്താ കിട്ടാത്ത, എടി ഇരിക്കുക നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അത് ഇത്രയേ ഉള്ളൂ, അങ്ങനെയുള്ളൂ, എടി അതാക്കി നോക്ക് ഇതാക്കി നോക്ക് എന്ന് പറയും. സോ ടീനയ്ക്ക് ഇവരുടെ എന്തെങ്കിലും അങ്ങനെ സ്പെഷ്യലായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഞാൻ നോർമലി കോഡിങ് സ്റ്റാൻഡേർഡ് ഒന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത ഒരാളല്ല. അത് കറക്റ്റ് ആക്കാനൊക്കെ എബിയാണ് എനിക്ക് കണ്ടുപിടിച്ചു തന്നത്. പിന്നെ അവർ മാത്രമല്ല എല്ലാവരും എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നാൽ അത് ആരുടെ അടുത്ത് പോയാലും സോൾവ് ആകും. ഇനി അത്രയ്ക്ക് അറിയില്ലാത്ത കാര്യമാണെങ്കിലും ഇവരുടെ അടുത്ത് പോയാൽ സോൾവ് ആകും. എനിക്ക് അവരെ പോലെ എന്താ പറയാ, എന്ത് കാര്യം ആര് കൊണ്ടുവന്നാലും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അങ്ങനെയാണെന്ന് ഞാൻ വന്നതിന് ശേഷം എന്തൊക്കെ ചേഞ്ച് ആണ് ടീനയ്ക്ക് വന്നിട്ടുള്ളത്? ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ച് ഇപ്പൊ എവിടെ കൊണ്ട് ഒറ്റയ്ക്കിട്ടാലും ജീവിക്കും. ഈ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ പറ്റുന്നുണ്ട്? അത് ഒറ്റയ്ക്ക് വന്നിവിടെ കൊച്ചി പോലത്തെ സിറ്റിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ രാവിലെ ഇപ്പൊക്കെ ആണെങ്കിൽ 5:45 എണീക്കും. ചോറും കറിയെല്ലാം തന്നെയാണ് വെക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് സൈക്കിൾ എടുത്തിട്ട് വരിക. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നേരെ പണിക്ക് കയറും. ഒരു 6:30 ആ ഒരു ടൈമിൽ റിട്ടേൺ പോകും. കംപ്ലീറ്റ് ഒറ്റയ്ക്കാണ്, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് എന്താ പറയാ, ഞാൻ എല്ലാവരുടെ അടുത്തും എതിർപ്പ് വാങ്ങിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. പിടിച്ചു തന്നേ പറ്റൂ. ആദ്യമൊക്കെ പിടിച്ചിരിക്കണമെന്ന് വാശിയായിരുന്നു. ഇപ്പൊ ഓക്കെ, ഞാൻ ഇതിലായിട്ട് എന്താ പറയാ സെറ്റായി അങ്ങോട്ട്, അങ്ങനെ തന്നെ പറയാം. സോ ടീനയുടെ ലൈഫ് ഗോൾ എന്താണ്? കാരണം എല്ലാവർക്കും കാണും ഓരോ ഗോൾ, എനിക്ക് അതാവണം, അല്ലെങ്കിൽ എനിക്ക് ഇത് മേടിക്കണം, എനിക്ക് ഇത് ചെയ്യണം. സോ അതുപോലെ ടീനയുടെ എന്താണ് ലൈഫ് ഗോൾസ്? എൻ്റെ ഫസ്റ്റ് ഗോൾ എന്താ പറയാ, ഞാൻ അച്ചീവ് ചെയ്തു. ഒരു സൈക്കിൾ വാങ്ങണം എന്നുള്ളതായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ പണിയെടുത്ത് സ്വന്തം പൈസയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു. പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ല ഡെവലപ്പർ ആവണം. നല്ല ഡെവലപ്പർ മീൻസ് ഞാൻ ചെയ്ത ഒരു കാര്യം അതിലൊരാൾ ഒരു മിസ്റ്റേക്ക് പറയാൻ പാടില്ല. സപ്പോസ് അയാൾ എനിക്ക് വേറെ, ഇപ്പം എൻ്റെ ക്ലയന്റ് ആണെങ്കിലും വേറെ സജഷൻ തന്നാൽ അയാൾ എങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഡെവലപ്പർ ആവണം. അത് ലാംഗ്വേജ് ഏതാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണം. അറിയത്തില്ലെങ്കിൽ പോലും അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് സപ്പോസ് ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഗെയിം കളിക്കാത്ത ഒരാള് ഗെയിം ചെയ്യുന്നു, അപ്പം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എന്ത് പറയുന്നു അതെനിക്ക് ചെയ്യാൻ പറ്റണം. ഒരു പ്രൗഡ് മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? പ്രൗഡ് മൊമെന്റ് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഞാൻ മാത്രമായിരുന്നു ഗേള്. പക്ഷെ അതത്ര വലിയ പുതിയ കാര്യമല്ല, കാരണം വേറെ ബാച്ചിലും ഗേൾസ് സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എമർജോയിൽ പഠിച്ച് ഒരുപാട് ഗേൾസ് വന്നിട്ടുണ്ട്. പക്ഷെ എമർജോയിൽ പഠിച്ചിട്ട് ഇവിടെ തന്നെ പ്ലേസ്ഡ് ആവുന്ന ആദ്യത്തെ ഗേള്, ഫസ്റ്റ് ഗേൾ സ്റ്റുഡന്റ് ഞാനാണ്. അത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചിട്ട് ഗെയിം ടീം ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാല്
ഒരാളെ ഗേളായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഗെയിമായിട്ട്, അതും സൈസും കൂടെ കുറവായതുകൊണ്ട് ഒറ്റ സെന്ററിൽ, ബാക്കി മൊത്തം ബ്ലാക്ക് കാറ്റ്സ് നിൽക്കുന്ന പോലെ. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ഇത്. സോ ടീന, എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും അവർ ചെയ്യുന്ന ഫസ്റ്റ് പ്രോജക്റ്റ്, അതുപോലെ ടീന ചെയ്യുന്ന ഫസ്റ്റ് ഗെയിം, അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്തത് സ്നേക്ക് ആൻഡ് ലാഡർ ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കിയത് ബബിൾ ഷൂട്ടർ ആയിരുന്നു. അതിവിടെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊജക്ട് ചെയ്യാൻ പറഞ്ഞു, അതിലാണ് ഞാൻ ബബിൾ ഷൂട്ടർ ചെയ്തത്. അപ്പൊ അത് തന്നെ പ്രയോറിറ്റി കൊടുത്ത് ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കി. അതിന് മുന്നേ ഞാൻ ഗെയിം സ്നേക്ക് ആൻഡ് ലാഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കളിച്ചിട്ടുള്ള ഗെയിം അത് രണ്ടാണ്. സോ ടോട്ടലി എത്ര ഗെയിം ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം? പഠിക്കുന്ന സമയത്ത് ഒരു 5 ഗെയിംസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടൊരു 3-4 ഗെയിം ചെയ്തിട്ടുണ്ട്. സോ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നെ കൊണ്ട് ഇതുപോലെ ഗെയിം ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കമ്പനിയിൽ വരും, ജോയിൻ ചെയ്യാൻ പറ്റും, നല്ല ജോബ് കിട്ടും, അത് ഗെയിമിംഗ് ഫീൽഡിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ ഗെയിമിംഗ് ഫീൽഡ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് തന്നെ അറിയുന്നത് എമർജോനെ പറ്റി കേട്ടതിന് ശേഷം, എമർജോ ഗെയിമിംഗ് കമ്പനിയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, ഗെയിം കളിക്കണം എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ചേട്ടൻ കളിക്കുമ്പോൾ ഇതെന്ത് സാധനം തിരിച്ച് നോക്കുക എന്നല്ലാണ്ട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ കമ്പനിയെ കുറിച്ച് കേട്ട് ഗെയിം ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്നൊക്കെ കേട്ടപ്പോൾ, ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗെയിം അവനോ അവന്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുമ്പോൾ ഏതാ ഗെയിം കളിക്കുന്നത്, ഇങ്ങനെ ഏതാ ഗെയിം കളിക്കുന്നത്, അപ്പം ഇതാ കളിക്കുന്നത്, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഇങ്ങനെ പറയാം. ആ ഒരു ഇതിലാണ് വന്നത്. സോ ജോബ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും ഫ്രണ്ട്സിന്റെ അവിടെ എന്തായാലും കോള് വരും, അതും ഗെയിം ഡെവലപ്മെന്റ് പോലെ ഒരു കോഴ്സ് എടുത്തിട്ട്. സോ എന്തായാലും അങ്ങനത്തെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അവർ കൂടുതലും തിരക്കിയോ? എന്റെ കോളേജിൽ ഞാൻ പഠിച്ച ബാച്ചിൽ ഫസ്റ്റ് ജോബ് എനിക്ക് കിട്ടിയത്. മിസ്സുമാർക്ക് എന്നെക്കാളും പ്രൗഡ് മൊമെന്റ് ആണ് എനിക്ക് ജോബ് കിട്ടിയത്. വിളിക്കും, നീ വരുന്നില്ലേ, കോളേജിലേക്ക് വരുന്നില്ലേ, ജോലി കിട്ടിയില്ലേ, എപ്പോഴും വിളിക്കും, കാണാനൊക്കെ അങ്ങോട്ട് വരാനെല്ലാം പറയും. പിന്നെ നാട്ടിലും വീട്ടിലൊക്കെ ചോദിക്കുവാണെങ്കിൽ, നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിന്റെ ക്ലാസ് കഴിഞ്ഞില്ലേ, എന്താ ഇപ്പൊ ചെയ്യുന്നേ, ജോലിയായോ, ഇത്രയും പഠിച്ചിട്ട് ജോലിയായില്ലേ. ഇപ്പൊ എനിക്ക് പറയാം, ഗെയിം ഡെവലപ്പർ ആണ്, എമർജോയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇത്ര സാലറി ഉണ്ട്, സുഖമാണ്, ലീവിന് വന്നാ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എവിടെ പോകുന്നില്ലേ. ഓക്കെ ഓക്കെ അല്ലേ, ഒരു പ്രൗഡ് മൊമെന്റ് പോലെ തന്നെ ഇതൊരു എവിടെ പോവാൻ ധൈര്യമായിട്ട് ചോദിക്കാം. എനിക്ക് നല്ല ജോബ് ഉണ്ട്, ആര് ചോദിച്ചാലും പറയാല്ലേ. അതെ, എവിടെ ധൈര്യമായിട്ട് പോവാ, അങ്ങനത്തെ ഒരു ഇത് വന്ന് പിന്നെ ആര് ചോദിച്ചാലും പറയാം. പിന്നെ എല്ലാവരും പൊതുവെ കേൾക്കാത്ത ഒരു ജോബ് ആയതുകൊണ്ട് ഗെയിം ഡെവലപ്മെന്റ്, അതും ഗെയിമിംഗ് ഫീൽഡില് എല്ലാരും ഗെയിം കളിക്കുന്ന ഗെയിം കളിക്കും, ബട്ട് അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അതൊന്നും ആർക്കറിയില്ല. നാട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം ഡെവലപ്മെന്റോ അതെന്ത് സാധനം, അപ്പൊ ഗെയിം ഉണ്ടാക്കുന്നതിന് ജോലിയോ ഗെയിം മാത്രമാണ് കളിക്കാൻ വേണ്ടി മാത്രം, അതിന്റെ ബാക്കിലുള്ള ഒന്നും അവർക്ക് അറിയത്തില്ല. പിന്നെ അവരുടെ പിള്ളേരെല്ലാം ഭയങ്കര അഡിക്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പിള്ളേരെ അതിന് വിട്ടാൽ മതിയല്ലേ, അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട്, അങ്ങനെ ഒരു ഐഡിയ അവർക്ക് കിട്ടുന്നുണ്ട്, കൂടുതൽ അറിയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച്. പിന്നെ ആരും ചെയ്യാത്ത എന്റെ നാട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞാല് അവിടുത്തെ ഫസ്റ്റ് എന്റെ ഭയങ്കര ഉള്ളിലേക്കാണ്. ഫസ്റ്റ് ഗെയിം ഡെവലപ്പറെ ഞാനായിരിക്കും എന്റെ നാട്ടില്. നാട്ടുകാർക്ക് അറിയാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഗെയിം ഡെവലപ്പറെ ഞാനായിരിക്കും. അപ്പം ഗെയിം ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരാളൊന്നും അവർ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. അപ്പം അവർക്കൊരു പ്രൗഡ് മൊമെന്റ്. ഈ പണ്ടൊക്കെ IAS വരുന്നല്ലേ, അങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. സോ താങ്ക് യു ടീന, ഇതുപോലെ നല്ലൊരു സെക്ഷൻ തന്നതിന്. സോ ഗൈസ്, ഇതുപോലുള്ള പുതിയ ടീംസുമായിട്ട് നമുക്ക് ഇനിയും വരാം. സോ ബൈ ഗൈസ്.